ഓയാസിസിന്റെ ഇന്നത്തെ അജണ്ടയുണ്ട്. 7-ാം വാർഡില് ഓയാസിസിന്റെ വരരുത് എന്ന് പറഞ്ഞ ജനങ്ങളുടെ സ്പെഷ്യൽ ഗ്രാമസഭ വിജയിപ്പിച്ചു. ഈ 6-ാം വാർഡിലും ഉണ്ട്. അപ്പൊ ഓയാസിസിന് വേണ്ടിയിട്ടാണ് ഈ ഉപരോധം, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. അതിന് സെക്രട്ടറി ആണെങ്കിലും ശരി, പോലീസ് ആണെങ്കിലും കൂട്ടുനിന്നാൽ ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുമെന്ന് അറിയിക്കണം. ഇന്നത്തെ ഈ സമരം എലപ്പുള്ളി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ നിരവധി ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ബോർഡാണ്. ആ ബോർഡിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ബ്രൂവറി കമ്പനി സ്പോൺസർ ചെയ്യുന്നൊരു സമരമാണ് ഇത് CPM നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ജനദ്രോഹപരമായിട്ടുള്ള CPMന്റെ ഈ നിലപാടിനെതിരെ BJP ശക്തമായി മുന്നോട്ട് പോകും. ഇന്നത്തെ ഈ ബോർഡ് തടസ്സപ്പെടുത്തിയതിന് സെക്രട്ടറി അതിന് മറുപടി പറയണം. കാരണം ഇന്ന് ബോർഡ് തടസ്സപ്പെടുത്താനുണ്ടായ സാഹചര്യം പോലീസിനെ വിളിച്ച് ബോർഡ് തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്. അത് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ അതിന് സെക്രട്ടറി മറുപടി പറയും. സെക്രട്ടറി പറഞ്ഞ കാട്ടില്ല, ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. 10 മണിക്ക് പോലീസുകാരനെ വിളിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു 8:35 ഞാൻ CIനെ വിളിച്ചു. മറുപടി പറഞ്ഞേ പറ്റൂ. സെക്രട്ടറി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിഷ്ക്രിയത്വം ഉണ്ടായിരുന്നു. ഞങ്ങളെ അകത്ത് കയറ്റിവിട്ട സമ്മതിച്ചില്ല അവർ. അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഒന്നടങ്കം പുറത്തായിരുന്നു. മഴയും കൊണ്ട് റോട്ടിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെയും അകത്ത് കയറാൻ പോലീസും കൂടി അനുവദിച്ചില്ല. CPMന്റെ ആൾക്കാരെ അനുവദിച്ചില്ല, സമരക്കാരെ അനുവദിച്ചില്ല എന്നതിനപ്പുറം പോലീസ് ആർക്കാ പ്രൊട്ടക്ഷൻ തരേണ്ടത്? സാധാരണക്കാർക്ക് നിയമത്തിന് പ്രൊട്ടക്ഷൻ തരേണ്ട പോലീസ് അവർക്കാണ് സപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 11:45 വരെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഇവിടെ വന്നിട്ട് സെക്രട്ടറി പറയുന്നത് ഞാൻ JDയോട് വിളിച്ച് അന്വേഷിച്ചു, അതുകൊണ്ട് ഇന്ന് ബോർഡ് നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിയമപ്രകാരം സഹകർമ്മയിൽ നമ്മൾക്ക് തീരുമാനങ്ങൾ അടിച്ചു കയറ്റണമെങ്കിൽ അരമണിക്കൂറിനകത്ത് ബോർഡ് കൂടണം എന്നുള്ളതൊക്കെ നിയമമാണ്. പക്ഷേ ആ നിയമം പാലിക്കാൻ പോലീസ് CPMന്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങളെ അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇനി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്, കാരണം 24 മണിക്കൂർ സമയം വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പം 12 മണി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടിയിട്ട് അവിടുന്ന് ഈ തീരുമാനം എടുത്തിട്ട് മാറുകയാണ് ചെയ്തത്. കാരണം സെക്രട്ടറി പോലീസിനെ വിളിച്ച്, ഞാനും രാവിലെ 8:30 മുതൽ പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, ശരിയാണോ, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. അവർ സമരക്കാർക്കാണ് സപ്പോർട്ട് കൊടുത്തത്. നമ്മുടെ ഒരു വനിതാ മെമ്പറിൻ്റെ സാരി വരെ വലിച്ച് കീറിയിട്ടുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു പ്രമോദ് എന്ന് പറയുന്ന ഒരു LDFന്റെ പ്രവർത്തകൻ എൻ്റെ നേർക്ക് ചാടി വീഴുകയാണ് ചെയ്തത്. അതൊക്കെ പോലീസ് കണ്ടു നിൽക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാന അജണ്ടകൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്. കാരണം സാധാരണ ബോർഡാണ് വിളിച്ചിട്ടുള്ളത്. ജനകീയ ആസൂത്രണം 25-26 എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ പദ്ധതികൾ ടെൻഡർ വെച്ചതുണ്ട്. അത് പണികൾ എവിടം വരെ എത്തി നോക്കണം, ചിലത് ടെൻഡർ വെക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എയിൻ്റെ ഇതിൽ കിടക്കുന്ന സൈറ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നടപ്പിലാക്കുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായിട്ട് നടപ്പിലാക്കുന്ന കുറേ പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒയാസിസ് കമ്പനിക്ക് പ്രാരംഭാനുമതി നൽകിയ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ബോർഡിൽ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം സെക്രട്ടറി പറഞ്ഞത് നമ്മൾ നിയമസാധുത അന്വേഷിക്കണം, അതിന് ഗവൺമെൻറ് പ്ലീഡർക്ക് കത്ത് കൊടുക്കണം, 15 ദിവസത്തിനകത്ത് മറുപടി കിട്ടിയാൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. 4-5 ദിവസം മുൻപ് ഗവൺമെൻറ് പ്ലീഡറുടെ കത്ത് വന്നു, നിയമോപദേശം തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ വേറെ വല്ല മാർഗങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾക്ക് ആ കാര്യവും ചർച്ച ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മെയിനായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം. കത്തുകളും തപാലുകളുണ്ട്, പല ഭാഗത്തുനിന്നും കുറേ നിർദ്ദേശങ്ങളടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ കത്തുകൾ വരുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യണം. നിരവധിയായിട്ടുള്ള കത്തുകൾ പല വകുപ്പുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യുന്ന ബോർഡിനെയാണ് ഇന്ന് തടസ്സപ്പെടുത്തിയത്. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാധാരണ ബോർഡ് യോഗത്തിന് CPMന്റെ ഗുണ്ടകളും പോലീസും ചേർന്ന് തടസ്സപ്പെടുത്തി. ബോർഡ് നടത്താൻ വിട്ടില്ല. എങ്കിലും ഞങ്ങൾ കൂടി പിരിയുകയാണ് ഉണ്ടായത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ യോഗം കൂടുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും തീരുമാനിക്കണമല്ലോ. ഭരണസമിതി കോടതിയിൽ പോകാനായിട്ട് കഴിഞ്ഞ ഒരു 15-20 ദിവസം മുമ്പുള്ള യോഗത്തിൽ, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, യോഗത്തിൽ തീരുമാനിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയിൽ പോകും, അതിന് തടസ്സമൊന്നുമില്ല. കാരണം ഒയാസിസിന് വേണ്ടി ഈ ഭരണസമിതിക്കെതിരെ
ഈ പറയുന്ന LDFൻ്റെ ആൾക്കാർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ. ഈ 4.5 വർഷമായിട്ടില്ലാത്ത വിശ്വാസക്കുറവ് എങ്ങനെയാണ് ഈ ഒയാസിസ് വന്ന ശേഷം ഉണ്ടായത്? അപ്പോൾ പാർട്ടിയും മെമ്പർമാരും ഒയാസിസിനെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്കെതിരെ നടത്തുന്ന നമ്മളുടെ സമരങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങളും രംഗത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ നടന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.